പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. പരിശുദ്ധനും സുതർക്കനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലരെയും നാഥായി നീക്കും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എന്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. മോശ പുറത്തു ചെന്ന് കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ നിന്നിറങ്ങി വന്ന് അവരോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എൽദാദ്, മെദാദ് എന്നീ 2 പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്കും ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിന്റെ സമീപത്തേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു. എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട് നൂനിന്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷയിൽ ഒരുവനുമായ യോശുവ പറഞ്ഞു, പ്രഭു അവരെ വിലക്കുക. മോശ യോശുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. മോശയും ഇസ്രായേലിലെ നേതാക്കന്മാരും പാളയത്തിലേക്ക് മടങ്ങി. കാളപ്പക്ഷി. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാളപ്പക്ഷികളെ കൊണ്ടുവന്നു. ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാപാരത്തിൽ കൂടാരത്തിന് ചുറ്റും 2 മുഴം കനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു. ജനം അന്ന് പകലും രാത്രിയും പിറ്റേന്നും കാളപ്പക്ഷികളെ ശേഖരിച്ചു. ഏറ്റവും കുറച്ച് ശേഖരിച്ചതിന് പോലും 10 ഹോമർ കിട്ടി. അവർ അത് പാളയത്തിന് ചുറ്റും ഉണങ്ങാനിട്ടു. എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെ കർത്താവിന്റെ കോപം ജനത്തിന്റെ നേരെ ആളിലെത്തി. ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു. അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ടു. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് ജനം ഹസേറോത്തിൽ ചെന്ന് താമസിച്ചു. ഹല്ലേലൂയ,
ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥായനേക്കും. മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു. എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മാർഗമേടവനുവദിച്ചില്ല. യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നതുമില്ല. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായി അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപങ്ങളിൽ വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിൽ മേൽപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്റെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നിയമകഠിനയായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരെ നിയോഗിക്കുന്നത്. എന്നാൽ നിയമത്തിന് ശേഷം ശബ്ദത്തിന് ആശ്രമാകട്ടെ എന്നേക്കും പരിപൂർണ്ണമാകപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനായി ക്രിസ്തുവേ, പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ.
മൂന്നാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീണ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരെ ശുദ്ധീകരണത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പറഞ്ഞു, കലവറക്കാരനെ അടുത്ത് കൊണ്ടുചെല്ലുവേൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രദേശം അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവരെ വിശ്വസിച്ചു. വിശ്വസിക്കുക, ദൈവത്തിന് എല്ലാം സാധ്യം. ഈശ്വരശിഹായെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, വിരുന്ന് നടത്തുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ തികയുമോ, ബാക്കി വരുമോ, നന്നാകുമോ എന്നതാണ്. അത് എവിടെയായാലും അത് തന്നെയായിരിക്കും അവസ്ഥ. പള്ളിയിൽ തിരുനാളുകൾക്ക് മറ്റും ഭക്ഷണം ഒരുങ്ങുമ്പോൾ എത്ര പേര് വരും വ്യക്തതയില്ല. ആൾക്കാർ കുറയുമോ വ്യക്തതയില്ല. ആൾക്കാർ കൂടുമോ വ്യക്തതയില്ല. വിവാഹത്തിനും ഇതുപോലെ തന്നെയാണ്. വ്യക്തമായ ഒരു എണ്ണം സാധ്യമാകുകയില്ല. ക്ഷണം നന്നായാൽ തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ കൂടുതൽ ആൾക്കാർ എത്തിച്ചേരും. ഈശോയുടെ ആദ്യ അത്ഭുതം ഇപ്രകാരമുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അവിടെ നമുക്ക് വലിയ ബന്ധം കാണുവാനായി സാധിക്കും. നസ്രത്തിലെ തിരുക്കുടുംബവുമായുള്ള ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാനയെ കൂട്ടി പോകും. അവരുടെ ആവശ്യങ്ങളെല്ലാം സഹായിക്കേണ്ടതെല്ലാം സഹായിക്കുവാനുള്ള മനസ്സുമായിട്ടാണ് ആ യാത്ര. ആ ഒരു നല്ല മനസ്സ് പരിശുദ്ധ അമ്മയിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ആ ഭവനത്തിൽ പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നു. നേരത്തെ പോവുകയാണ്. അവരെ ആത്മീയമായി സഹായിക്കുവാനായിട്ട് ആ ഭവനത്തിൽ നേരത്തെ എത്തിച്ചേരുന്ന അമ്മ അതോടൊപ്പം തന്നെ സുവിശേഷം കൂട്ടിച്ചേർക്കുകയാണ്. യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു എന്ന്. ബന്ധമുണ്ടാകുമ്പോൾ മകനെ ക്ഷണിക്കും. മകനെ മാത്രമല്ല, അവന്റെ കൂട്ടുകാരെയും ക്ഷണിക്കുകയാണ്. അത്രമാത്രം ബന്ധം പുലർത്തിയിരുന്നു ആ കുടുംബവുമായിട്ട്, കാനായിലെ കല്യാണ കുടുംബവുമായിട്ട്, നസ്രത്തിലെ തിരുക്കുടുംബം. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്വസ്ഥതയിൽ മാറി നിൽക്കുവാനായിട്ട് സാധിക്കാതെ വരിക. ഒരു ഭവനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു വിവാഹ വിരുന്നിനെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹത്തിന്റെ വിഷയത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ് വിരുന്ന്. വിരുന്ന് തീർന്നു പോയ അസ്വസ്ഥതയുടെ നേരിടും. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരെ മാനത്തെ, അഭിമാനത്തെ ബാധിക്കുന്ന ഒന്നതാണ്. പരിശുദ്ധ അമ്മ ഉടനടി ഇടപെടുകയാണ്. മകനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല എന്ന്.
അത് ഒരു കുശല ഒരു ഇതല്ല, അല്ലെങ്കിൽ വെറുതെ ഒരു വാക്കല്ല, അതിനേക്കാളും ഉപരി ബോധ്യത്തിൽ നിന്ന് വാക്കായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയും വളർത്തിയത് ദൈവപുത്രനെയാണ് എന്ന ബോധ്യം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, ഈ മകന് എല്ലാം സാധ്യമാണ് എന്ന ബോധ്യം, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന ബോധ്യം. ആ ബോധ്യവുമായിട്ടാണ് പരിശുദ്ധ അമ്മ മകന്റെ അടുത്തേക്ക് പോകുക. അവനോട് പറയുക, അവർ വീട്ടില്ല എന്ന്. മകൻ ചോദിക്കുകയാണ്, എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്നാൽ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം മകന്റെ സമയം ആയിരിക്കുന്നു, അവന് വെളിപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു എന്ന ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ആ ബോധ്യത്തിന്റെ നിറവിലും അതോടൊപ്പം തന്നെ ഞാൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയും വളർത്തിയ മകന് തീർച്ചയായിട്ടും അവനെ അനുസരിക്കും, അവനെ കേൾക്കും, എന്റെ വാക്കുകളെ അതിലംഘിക്കുവാനായിട്ട് അവന് സാധിക്കില്ല എന്ന ബോധ്യത്തിന്റെ നിറവിൽ പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്നത് ശരിയായത്. പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, ഇവരെല്ലാം സാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനെയും മനുഷ്യരെയും പ്രീതി വളർത്തിയ മകൻ, എനിക്ക് വിധേയപ്പെട്ടു വന്ന മകൻ ഇവിടെയും എനിക്ക് വിധേയപ്പെടും എന്ന ബോധ്യം. അവിടെ പരിചാരകർ 6 കൽഭരണികളിലും വക്കോളം വെള്ളം നിറയ്ക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞ് അവിടെ ഉത്പാദിപ്പിക്കുകയാണ്. സുവിശേഷം കൂട്ടിച്ചേർക്കുകയാണ്. അറിയേണ്ടവൻ അറിഞ്ഞില്ല, എന്നാൽ കൂടെ നിന്നവർ അറിഞ്ഞു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ് ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നത് കലവറക്കാരനാണ്. എന്ത് കൊടുക്കണം, എത്രമാത്രം കൊടുക്കണം, അവിടെ കലവറയിൽ തീർന്നു പോയോ, കലവറയിൽ കൂടുതലുണ്ടോ, കൂടുതൽ വിളമ്പാനായിട്ടും ഒന്ന് നിർത്തി വിളമ്പാനായിട്ടും ആവശ്യപ്പെടേണ്ടത് കലവറക്കാരന്റെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയാണ് വിവാഹം നടത്തുമ്പോൾ ഒരാളെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുക. ആ ചുമതലപ്പെടുത്തുന്ന വ്യക്തിയാണ് കലവറക്കാരൻ. അവനറിഞ്ഞില്ല, എന്നാൽ കൂടെ ഉണ്ടായിരുന്ന പരിചാരകർ അറിഞ്ഞിരുന്നു. ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനോടൊപ്പം കൂടെയാകുമ്പോഴാണ് കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിക്കുക. പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ ഭവനത്തിലുള്ള കുടുംബനാഥനെയും ആ കുടുംബാംഗങ്ങളെയും വേദന അറിയുവാനായിട്ട് സാധിച്ചു, വിഷമകരമായ അവസ്ഥ അറിയുവാനായിട്ട് സാധിച്ചു. പരിചാരകനെ സംബന്ധിച്ചിടത്തോളം അവൻ പറഞ്ഞത് ചെയ്തപ്പോൾ അവനെ അറിയുവാനായിട്ട് സാധിച്ചു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടെ സഞ്ചരിച്ച് ഈ അത്ഭുതത്തിന് സാക്ഷിയായപ്പോൾ സുവിശേഷം കുറിക്കുകയാണ്, അവരുടെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു കൂടിയത്. കൂടെ ഉണ്ടാകുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകില്ല, തിരിച്ചറിയുവാനായിട്ട് സാധിക്കുക. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന ബോധ്യം പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവൻ പറഞ്ഞു ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമെന്ന ബോധ്യം പരിചാരകരെ പോലെ നമുക്കും ഉണ്ടാകണം. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷിയായി അവരിൽ വിശ്വസിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിച്ചതുപോലെ നമുക്കും സാധിക്കണം. കാലായിരുന്നത് നമ്മുടെ ജീവിതത്തിലും അനുഭവങ്ങളാക്കി മാറ്റണം. അനുഭവങ്ങളാകുമ്പോഴാണ്, അറിവുകളാകുമ്പോഴാണ് തമ്പുരാനെ അടുത്തേക്ക് വയ്ക്കുവാനായിട്ട് സാധിക്കുക. അതിനായിട്ട് ദൈവത്തെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കൂടി കർത്താവേ ഞങ്ങളെ അപേക്ഷിക്കാം. ഇവരുടെ പ്രിയപ്പെട്ടതാണോ എന്റെ പിതാവിന് സാക്ഷ്യം വിശ്വസിക്കുകയും അപേക്ഷിക്കുന്നു. സകലരീതിയും പൂർത്തിയാക്കുവാൻ സ്വീകരിച്ചു
നിന്റെ കർത്തവ്യം വിശ്വസ്താപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വെളിപ്പെട്ട പരിസ്ഥിതിയുടെ കൂട്ടായ്മ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായി നിന്നോട് ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സത്പ്രവർത്തികളാൽ നിന്നെ വളർത്തപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശ്വര സഭ മുഴുവൻ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പായും ജനസഭയുടെ പിതാവ് തലവനുമായ ഞങ്ങളുടെ വികാരി മാർജോസഫിനെയും മറ്റെയും ആദ്യ തലമുറയ്ക്ക് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വർഷിക്കുകയും ചെയ്യണമേ. സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കടകളെ
സാധ്യമാണ് എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ കൃത്യത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമത്യനാ ഞങ്ങളങ്ങയിൽ Amen.
അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്തിനാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാലകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൽ സ്വർഗവാസികളായ പതിനായിരങ്ങളും കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
Amen.
മരിച്ചവരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ പ്രദേശം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യോശുവോട് മേത്തോട് കൊണ്ടേ
നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞതാണ് ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും നമ്മൾ വിശ്വാസത്തോടു കൂടി അവർക്ക് വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവേ, ശംശിഹായുടെ ഭാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരത്തിൽ തൂങ്ങാനുള്ള ബോധത്തിൽ ജീവിതമേ കണ്ട.
കഴിഞ്ഞ ഒരാഴ്ച 10,050 രൂപ, ഹിന്ദി കുർബാന 3,625 രൂപ. സെന്റ് ആന്റണീസ് സെന്റ് തോമസ് മദർ തെരേസ കുടുംബേക്കുള്ള കാശുമാത്രം 650 രൂപ. 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അധ്യാപകർ 740 രൂപ. ഈ കുർബാനയെ തുടർന്ന് മലയാളത്ത് വിശ്വാസത്തിനാളിൽ ആലോചന യോഗം കൂടുന്നതായിരിക്കും. സെന്റ് അൽഫോൻസ് കോളേജ് ഇന്ന് 4 മണിക്ക് PC മത്തായി പുതുക്കുരിശ്ശേരി വസതിയിൽ, സെന്റ് സെബാസ്റ്റ്യൻ കോളേജ് 5 മണിക്ക് കുന്നേ ആനി യോഗനായ വസതിയിൽ കാര്യങ്ങളിലേക്ക് സംഘടിപ്പിക്കുന്നതാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ 10-11 ക്ലാസ്സിലെ കുട്ടികളുടെ സെക്കൻഡ് സെമസ്റ്റർ വാർഷിക പരീക്ഷ നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. Amen.